വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ജനകീയ പ്രതിരോധ സമിതിയുടെ ജില്ലാ സമ്മേളനം അതിൻ്റെ പരിപാടികൾ ആവിഷ്കരിക്കുമ്പോൾ അതിലില്ലാത്ത ഒരു ഇനത്തോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ പരിപാടികൾ ഇവിടെ ആരംഭിച്ചത്. കാരണം ഇത്രമാത്രം ദേശീയ പ്രാധാന്യമുള്ള ഒരു സമരം ഈ രാജ്യത്തെ യുവത രൂപം കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് നമ്മുടെ ജില്ലാ സമ്മേളനം ഇവിടെ ആരംഭിച്ചത്. പ്രസ്തുത പരിപാടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകാരാധ്യനായ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ വിജയം ഈ സമ്മേളനം തീരും മുമ്പേ തന്നെ കരഗതമായി എന്നുള്ളത് ഈ സമ്മേളനത്തിൻ്റെ ഒരു ചരിത്ര വിജയമാണ്. ഇതൊരു ആത്മവിശ്വാസത്തിൻ്റെതാണ്, വിജയത്തിൻ്റെതാണ്. എല്ലാവരും അതിവിടെ സൂചിപ്പിച്ചു, ഞാൻ അത് ഒന്നുകൂടി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വം ഇന്നിവിടെ ആവിഷ്കരിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളും അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ച് അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പുതിയ ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അത് വളരെ ഭംഗിയായി അവർക്ക് നിർവഹിക്കാൻ സാധിക്കട്ടെ എന്നീ അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നമുക്ക് ഇന്നിവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മൂവാറ്റുപുഴയുടെ അഭിമാനമായ ഡോക്ടർ വിൻസെൻ്റ് മാനിക്കൽ സാറാണ്. അദ്ദേഹത്തെ ഈ സമാപന സമ്മേളനത്തിൻ്റെ വേദിയിലേക്ക് അധ്യക്ഷം വഹിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചു. ഈ സമാപന സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കേണ്ടുന്നത് ബഹുമാന്യനായ ഫ്രാൻസിസ് കളത്തിങ്കൽ അവറുകളാണ്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം മൂവാറ്റുപുഴയ്ക്കും കേരളക്കരയ്ക്കും നമ്മുടെ രാജ്യമെമ്പാടും അഭിമാനമായിട്ടുള്ള ജനകീയ പ്രതിരോധ സമിതിയുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ മത്തായി സാറ്, അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ നേതൃത്വത്തിൽ ജനകീയ പ്രതിരോധ സമിതിക്ക് വളരെ ശോഭനമായ ഭാവി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അധ്യക്ഷം വഹിക്കുന്നതിന് ഡോക്ടർ വിൻസെൻ്റ് മാനിക്കൽ സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, രാവിലെ മുതൽ വളരെ ചിട്ടയോടെ ആരംഭിച്ച നമ്മുടെ ജില്ലാ സമ്മേളനം സമാപനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പുതിയ ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ ജില്ലാ ഭാരവാഹിത്വത്തിലേക്ക് ഞങ്ങളെ നിർദ്ദേശിച്ചതും തിരഞ്ഞെടുത്തതും അത് വലിയൊരു ഉത്തരവാദിത്തമായിട്ട് തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് വിനയപൂർവ്വം ആ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുന്നു. നേരത്തെ മത്തായി സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ ജനകീയ പ്രതിരോധ സമിതി എന്നത് സാധാരണ മറ്റു സംഘടനകളെ പോലുള്ള ഒന്നല്ല. ഇവിടെ ഇതിന് പ്രത്യേക മെമ്പർഷിപ്പില്ല, വരിസംഖ്യ പിരിവില്ല. ഇതൊന്നുമില്ലാതെ ജനകീയ വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് കരുതുന്ന കക്ഷി രാഷ്ട്രീയ ചിന്തയ്ക്കപ്പുറം ഇത്തരം കാര്യങ്ങളെയൊക്കെ കാണാൻ കഴിയുന്ന സാമൂഹ്യ പ്രശ്നങ്ങളിൽ പ്രതികരിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപറ്റം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. ജനകീയ പ്രതിരോധ സമിതി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരികയാണ്.
ജനകീയ പ്രതിരോധ സമിതിയുടെ സമർത്ഥമായ പിൻബലം കൊണ്ട് മാത്രം വിജയിച്ച, അല്ലെങ്കിൽ വിജയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച 2 സമരങ്ങളാണ് നമ്മുടെ ആശാപ്രവർത്തകരുടെ സമരവും കേരയിൽ വിരുദ്ധ സമരവും. ആ സമരം തുടങ്ങിയപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആശമാരുടെ സമരം തുടങ്ങിയപ്പോഴും കേരയിൽ വിരുദ്ധ സമരം തുടങ്ങിയപ്പോഴും അധികാര സ്ഥാനത്തിരിക്കുന്നവരൊക്കെ നമ്മളെ പരിഹസിക്കുകയുണ്ടായത്. ആശാപ്രവർത്തകരോട് പറഞ്ഞു, ഈ നാട്ടിലെ ഏതെങ്കിലും കൊള്ളാവുന്ന പ്രസ്ഥാനം നിങ്ങളെ പിന്തുണയ്ക്കാനുണ്ടോ? ഈ പാട്ടപരിക്കുകളുടെ പ്രസ്ഥാനം മാത്രമല്ലേ നിങ്ങളുടെ പിന്നിലുള്ളത് എന്ന് പറഞ്ഞ് പരിഹസിച്ച ആ ആളുകളെ നമ്മളോട് ഉപദേശിച്ചു, മക്കളെ, സമരം ചെയ്തതുകൊണ്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ എന്ത് തീരുമാനിക്കുന്നു അത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് ധാർഷ്ട്യത്തോടെ പറഞ്ഞ ആ ആളുകളെ ഒരു ചുവട് പോലും മുന്നോട്ട് നീങ്ങാൻ അനുവദിക്കാതെ നിന്നെടുത്ത് പിടിച്ചു കെട്ടിയ 2 വലിയ സമരങ്ങളാണ് നമ്മൾ കണ്ടത്. ആ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തികള് ശ്രീമതി ബിന്ദു ഇവിടെ ഉണ്ട്, രാജീവൻ സാറുണ്ട്, അതുപോലെ അതിന്റെ ജനറൽ കൺവീനറായിരുന്ന ശ്രീ ബാബുരാജ് ഉണ്ട്, അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക്, സമരങ്ങൾക്ക്, പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ജോർജ് ജോസഫ് സാറുണ്ട്. ഇത്തരം ബഹുമാന്യ വ്യക്തികൾ, ഇവരുടെ എല്ലാ നേതൃത്വത്തിൽ നമ്മൾ പോരാട്ടം തുടരുകയാണ്. ഇന്നത്തെ ഈ സമ്മേളനത്തിൽ 4 പ്രധാനപ്പെട്ട വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചർച്ച നടത്തി. ജനകീയ പ്രതിരോധ സമിതി തുടർന്നുള്ള കാലത്ത് പ്രധാനമായി കേന്ദ്രീകരിച്ച് പോരാട്ടം നടത്താൻ ഉദ്ദേശിക്കുന്ന മേഖലകളാണത്. വളരെ വിശദമായ ചർച്ചകൾ നമ്മൾ നടത്തി. ആ പോരാട്ടം നമുക്ക് വളരെ ശക്തമായി നിശ്ചയമായും വിജയിപ്പിക്കാൻ വേണ്ടി നടത്തേണ്ടിയിരിക്കുന്നു. ആ പ്രവർത്തനത്തിൽ നിങ്ങൾ മുഴുവൻ ആളുകളുടെയും സഹകരണവും പിന്തുണയും ഈ നാടുകളിൽ ഉണ്ടായതുപോലെ ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ അടുത്ത ഒരു ചടങ്ങ് നമ്മുടെ ആശാ സമരത്തിന് നേതൃത്വം കൊടുത്ത സമരസമിതിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ശ്രീമതി MA ബിന്ദുവിനെയും കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമരസമിതിയുടെ കൺവീനറായിട്ട് പ്രവർത്തിച്ച ശ്രീ MP ബാബുരാജിനെയും ആദരിക്കുന്നുണ്ട്. അദ്ദേഹം ചെയർമാനായിരുന്നു, രാജീവൻ സാറായിരുന്നു കൺവീനർ അല്ലേ. ഇപ്പൊ ഇവർ 2 പേരെയും നമ്മളെ ഇവിടെ ആദരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാഗതമൊക്കെ എല്ലാം പറഞ്ഞല്ലോ. ശ്രീമതി ബിന്ദുവിനെ ആദരിക്കുന്നത് നമ്മുടെ ഈ മേഖലയിലെ ജനകീയ സമരസമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ നേതൃത്വപരമായ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി വിജിയാണ്. ആശാപ്രവർത്തകയാണ്, ആശാ സംഘടനയുടെ ജില്ലാ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് വിജി. ആശാ വർക്കേഴ്സിന്റെ ജില്ലാ പ്രസിഡന്റാണ് ശ്രീമതി വിജി. ഇപ്പോൾ പൊന്നാടി അണിയിച്ച് ബിന്ദുവിനെ ആദരിക്കുന്നു. ജനകീയ പ്രതിരോധ സമിതിയുടെ ജില്ലാതലത്തിൽ നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കുന്ന ശ്രീ ശിവദാസൻ ഇപ്പോൾ MP ബാബുരാജ് സാറിനെ കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതിയുടെ സംസ്ഥാന ചെയർമാൻ MP ബാബുരാജ് സാറിനെ ആദരിക്കുന്നു. സമയക്കുറവ് മൂലം ഹ്രസ്വമായ മറുപടി പ്രസംഗത്തിന് ശ്രീമതി ബിന്ദുവിനെ ആദ്യം ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനേറെ ബഹുമാന്യനായ ഡോക്ടർ ഹുസൈൻ മാളിയേക്കൽ, ജനകീയ പ്രതിരോധ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MA മത്തായി, സംസ്ഥാന സെക്രട്ടറി
ശ്രീ എം ഷാജർ ഖാൻ, സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് ജോർജ് സാറ്, കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതിയുടെ ചെയർമാൻ ശ്രീ ബാബുരാജ്, കൺവീനർ ശ്രീ എസ് രാജീവൻ, പ്രിയമുള്ളവരെ, പ്രതിരോധം എന്ന വാക്കിന് ഏറ്റവും പ്രസക്തിയേറിയ ഒരു സമയത്താണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത്. പ്രതിരോധം എങ്ങനെയായിരിക്കണം എന്നുള്ളത് പുതിയ തലമുറ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് നമ്മൾ ഇന്നിവിടെ സമ്മേളനം കൂടിയിരിക്കുന്നത്. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ നേതൃത്വത്തിൽ ഈ ജനകീയ പ്രതിരോധ സമിതിയുടെ രൂപീകരണ സമ്മേളനം നടക്കുന്ന സമയം മുതൽ ഈ സമ്മേളനങ്ങളിൽ, സംസ്ഥാന തലത്തിലുള്ള സമ്മേളനങ്ങൾ കാണാനും പങ്കെടുക്കാനും സാഹചര്യമുണ്ടായ ഒരാളാണ്. അന്ന് ഈ സമിതിക്ക് നേതൃത്വം കൊടുക്കുവാൻ ഈ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ആളുകൾ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ, ബിഷപ്പ് പൗലോസ് മാർ പൗലോസ്, അഡ്വക്കേറ്റ് കെ സരോജിനിയമ്മ, പി പി ഉമർ ഗോയ, ലക്ഷ്മി എൻ മേനോൻ, ഇതുപോലെയുള്ള ധാരാളം ആളുകൾ, പേര് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അപ്പോൾ അന്ന് നമ്മൾ കുറച്ചും കൂടെ ചെറുപ്പമായിരുന്നത് കൊണ്ട് ഇതെല്ലാം വളരെ ഔത്സുക്യത്തോടെയാണ് കണ്ടതും കേട്ടതും പ്രതീക്ഷയോടെ നോക്കിക്കണ്ടതും. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ മൺമറഞ്ഞു പോയി. അപ്പോൾ ഇത് എന്തായിത്തീരും എന്നൊക്കെ ഉള്ളൊരു ആശങ്കയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. പ്രതിരോധങ്ങൾ തീർക്കാൻ എല്ലാ കാലഘട്ടത്തിലും പുതിയ പുതിയ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ആളുകൾ വരും എന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാലം കഴിയും തോറും. ആ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ പോലെയുള്ള ആളുകളൊക്കെ മൺമറഞ്ഞതിന് ശേഷമാണ് നമ്മൾ വലിയ പല സമരങ്ങളും ഈ കേരളത്തിൽ ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തി വിജയിപ്പിച്ചത്. ഇപ്പോൾ അതിന് സംസ്ഥാന തലത്തിൽ പുതിയ ധാരാളം ആളുകൾ ഈ ജനകീയ പ്രതിരോധ സമിതിയെ നയിക്കാൻ, അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ, മറ്റ് രാഷ്ട്രീയ വേലിക്കെട്ടുകളൊന്നും ബാധകമാകാതെ വരുന്ന ഒരു സമയമാണ്. പി പി ഉമർ ഗോയ സാർ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഏത് സമ്മേളനത്തിന് വന്നാലും അദ്ദേഹം പറയുന്നത് വിജിലൻസ്, എറ്റേണൽ വിജിലൻസ്, ജാഗ്രത, നിതാന്ത ജാഗ്രത. അദ്ദേഹം ഒരു പ്രത്യേക മോഡുലേഷനിലാണ് ഇത് പറയുന്നത്. അത് ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങ് തറയ്ക്കും അദ്ദേഹം അത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സിറ്റിസൺസ്, നമുക്ക് പൗരന്മാർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മളെ ഭരിക്കുന്ന ആളുകൾ അവർ ചെയ്യുന്ന പ്രവൃത്തികളെ നോക്കിക്കാണാൻ, അതിനെ ചോദ്യം ചെയ്യാൻ നമ്മൾ നിതാന്ത ജാഗ്രതയോടെ ഇരിക്കണം. അതിനെവിടെയൊക്കെയോ പിഴവുകൾ സംഭവിച്ചപ്പോഴാണ് ഈ തരത്തിൽ നമ്മുടെ രാജ്യം ചെന്ന് എത്തി നിൽക്കുന്നത്. പക്ഷേ നമുക്ക് വളരെ പ്രതീക്ഷ നൽകിക്കൊണ്ട് 266 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവും പകലും സമരം നയിച്ച ഒരാളാണ് ഞാൻ. ഈ കേരളമെമ്പാടും ആ സമരവുമായി എല്ലാ പ്രതികൂലമായ കാലാവസ്ഥകളെയും അതിജീവിച്ച് യാത്ര ചെയ്ത ആളാണ് ഞാൻ. ഈ സമരത്തിന്റെ 9 മാസം തെരുവിലിരുന്ന് സ്ത്രീകളുമായി സമരം നടത്തിയപ്പോൾ ഉണ്ടായി വന്ന അതിസങ്കീർണമായ സന്നിഗ്ധാവസ്ഥകൾ ഉണ്ടായിരുന്നു. പിടിച്ചു നിൽക്കാൻ കഴിയുമോ, മുന്നോട്ട് പോകുവാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെട്ട ഒത്തിരിയേറെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വന്നിട്ടില്ല. അത് നമ്മളെ ചേർത്ത് പിടിക്കാൻ കേരളമുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം മത്തായി സാറിനെ പോലുള്ള ആളുകൾ ഉൾപ്പെടെ, പേര് പറയുന്നില്ല ആരുടെയും, കേരളം ഒന്നടങ്കം ഞങ്ങളെ ചേർത്ത് പിടിച്ച് ആ കരുതലിനുള്ളിലായിരുന്നു എന്നുള്ളത് കൊണ്ട് മറ്റൊരു തരത്തിലുള്ള ആശങ്കകൾ നമുക്കുണ്ടായില്ല. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി ഇന്ത്യയിലെ, പ്രത്യേകിച്ചും 20-ാം തീയതി മുതൽ ഇന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന യുവാക്കളുടെ നിലപാടുകൾ, അവരുടെ വാക്കുകൾ എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോടുകൂടിയാണ്. ഒരു രാഷ്ട്രീയത്തിൻ്റെയും പിൻബലമില്ലാതെ, എന്നാൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി നമ്മളൊക്കെ എന്തിൻ്റെയൊക്കെയോ പേരിൽ വില കുറച്ച് കണ്ടുകൊണ്ടിരുന്ന പുതിയ തലമുറ, നമ്മുടെ കർഷകർക്ക് 1 വർഷം സമരം ചെയ്യേണ്ടി വന്നു. പക്ഷേ CJPയുടെ നേതൃത്വത്തിൽ 1 മാസമേ സമരം ചെയ്തുള്ളൂ. ഈ സർക്കാരിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുവാൻ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കഴിഞ്ഞു. അവരുടെ വാക്കുകൾ, അവരുടെ പ്രവൃത്തികൾ, അവർ
എത്രത്തോളം ത്യാഗം സഹിച്ചുകൊണ്ട്, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് ആ സമരപന്തലിൽ നിൽക്കുന്നതെന്ന്, അവർക്കെതിരെ ഉണ്ടായിരിക്കുന്ന അതിക്രമങ്ങൾ, അതിനെല്ലാം അപ്പുറത്തായി അവരുടെ നിലപാടുകൾ കണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സന്തോഷം കൊണ്ട് കരഞ്ഞ ഒരാളാണ് ഞാൻ. പറഞ്ഞാൽ മനുഷ്യന് ജീവിതത്തിന് പ്രതീക്ഷയായിട്ട് നിൽക്കുന്ന, നമ്മൾ ഓരോ ദിവസവും കേൾക്കാണ് കുടുംബത്തോടെ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ, അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രതീക്ഷയും അവന് കിട്ടാതിരിക്കുന്ന ഒരു സമൂഹത്തിൽ, ഈ സമൂഹത്തിന് അങ്ങേയറ്റം പ്രതീക്ഷ നൽകിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഭരണകൂടം ഏൽപ്പിച്ച എല്ലാ അതിക്രമങ്ങളെയും സധൈര്യം നേരിടുമ്പോൾ നമ്മൾ കാണുകയാണ്, അവിടെ 3 വയസ്സുള്ള ഒരു കുട്ടിയാണ് പറയുന്നത് ഈ പ്രധാനമന്ത്രി അറപ്പുളവാക്കുന്നവനാണ് എന്ന്. 3 വയസ്സുള്ള ഒരു കുട്ടി. 9 വയസ്സുള്ള ഒരു കുട്ടി പറയാണ് ഭഗത് സിംഗ് ആണ് എന്റെ റോൾ മോഡൽ എന്ന് പറയുകയാണ്. ഏത് കാലത്ത് നമ്മൾ ജീവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കേ. ഒരു 3 വയസ്സുകാരനെ 9 വയസ്സുകാരനെയൊക്കെ ഇങ്ങനെ ചിന്തിപ്പിക്കുവാൻ കഴിയുന്ന വിസ്മയ മോഹൻലാൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കാൻ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വരികയാണ്. ഈ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രാഷ്ട്രീയം അറിയാം, എവിടെയാണ് നിൽക്കേണ്ടത്, എന്താണ് തീരുമാനമെടുക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് സർക്കാരിനെ മുട്ടുമടക്കിക്കേണ്ടത് എന്ന് കൃത്യമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയാം. അവിടെ നമ്മുടെ ജനകീയ പ്രതിരോധ സമിതിക്ക് തീർച്ചയായും വളരെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ ജനകീയ പ്രതിരോധത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഈ നാടിന് പകർന്നു നൽകിയത് ജനകീയ പ്രതിരോധ സമിതിയാണ്. കക്ഷി രാഷ്ട്രീയത്തിൽ അകപ്പെട്ട് അതിന്റെ പിന്നാലെ നടന്നിരുന്ന ആളുകളെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു ജനകീയ പ്രതിരോധം നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത സംഘടനയാണ് ജനകീയ പ്രതിരോധ സമിതി. ഈ കഴിഞ്ഞ 1-2 പതിറ്റാണ്ടിനുള്ളിൽ ഈ കേരളത്തിൽ വിജയിച്ച സമരങ്ങൾ നടത്തിയ സംഘടനയാണ് ജനകീയ പ്രതിരോധ സമിതി. അപ്പൊ പുതിയ തലമുറയുടെ പുതിയ ഉൾക്കാഴ്ചയിൽ അവർ മുന്നിട്ടിറങ്ങുമ്പോൾ ജാതിയും മതവും രാഷ്ട്രീയവും വലിപ്പ ചെറുപ്പങ്ങളൊന്നും ആ കുഞ്ഞുങ്ങൾക്ക് ഒരു വിഷയമേ അല്ല. നമ്മൾ പുതിയൊരു ഇന്ത്യയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ വരെ ഭയപ്പെട്ടിരുന്നതൊന്നും എല്ലാം അസ്ഥാനത്താണ്. അവിടേക്ക് ഓരോ ദിവസവും ആവശ്യത്തിലധികം ഭക്ഷണം വരികയാണ് സമരപ്പന്തലിലേക്ക്. ആരാണ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയത്തില്ല. സ്വിഗ്ഗിക്ക് സൊമാറ്റോയ്ക്കൊക്കെ ഓർഡർ കൊടുക്കുകയാണ്. സമര നേതൃത്വം പറയാണ് ഞങ്ങൾക്ക് ഭക്ഷണം മതി, ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണമാണ്. അവിടെ ചെന്ന് ഡോക്ടർമാരടക്കം ക്ലീൻ ചെയ്യുന്നു. ആ സമരക്കാരിരിക്കുന്ന സ്ഥലത്ത് വൃത്തി എന്ന് പറഞ്ഞാൽ ഗാർബേജ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ അഴുക്ക് മറ്റു കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാരടക്കം ചെന്ന് ക്ലീൻ ചെയ്യുകയാണ്. പുതിയൊരു ഇന്ത്യയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു രാഷ്ട്രീയ സാഹചര്യവുമാണ് രാജ്യത്ത്. പക്ഷേ നമുക്ക് ജനകീയ പ്രതിരോധ സമിതിക്ക് ഏറെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയായി തീർന്നിരിക്കുകയാണ് എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. എന്തായാലും ആശാ സമരം എന്ന് പറയുന്ന ഏറ്റവും ഐതിഹാസികമെന്ന് നിങ്ങൾ എല്ലാവരും വിശേഷിപ്പിക്കുന്ന ആ സമരം ഐതിഹാസികമായ സമരമായി മാറിയത് കേരളത്തിലെ എല്ലാ മനുഷ്യരും ഞങ്ങളെ ചേർത്ത് പിടിച്ച് ആ കരുതലിനുള്ളിൽ ഞങ്ങളെ സൂക്ഷിച്ചത് കൊണ്ടാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഏറ്റവും ധാർഷ്ട്യക്കാരായ ഒരു ഭരണാധികാരികളെ അവരുടെ വരുതിയിൽ നിർത്തിക്കൊണ്ട് വച്ച ഡിമാൻഡുകൾ മുഴുവൻ നേടിയെടുത്തുകൊണ്ട് ആശാ സമരത്തിന് വിജയിക്കുവാൻ കഴിഞ്ഞത്. മറ്റൊരു തൊഴിലാളി സമരത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിൽ വച്ച മുഴുവൻ ഡിമാൻഡുകളും നേടിയെടുത്തുകൊണ്ടാണ് ആശാ സമരം വിജയിച്ചത്. ആശമാർക്ക് സാമ്പത്തികമായി ഒരു മാസം 6000 രൂപയുടെ വർധനവ് നമ്മുടെ സമരത്തിലൂടെ നമുക്ക് നേടിക്കൊടുക്കുവാൻ കഴിഞ്ഞു. 5 പൈസ വർദ്ധിപ്പിച്ചിട്ട് നീയൊക്കെ അവിടെ നിന്ന് സമരം അവസാനിപ്പിച്ച് പോകാം എന്ന് വിചാരിക്കേണ്ട എന്ന് വെല്ലുവിളിച്ച ഒരു ഭരണ സംവിധാനത്തെയാണ് ഞങ്ങൾ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ വിജയം നേടിയെടുത്തത്. ഇന്ന് ഒരു കൊടികെട്ടിയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് അവകാശപ്പെടാൻ കഴിയില്ല ഇത്രയും ചെറിയ വരുമാനക്കാരായ തൊഴിലാളികൾക്ക് ഒരു മാസം 6000 രൂപയുടെ വർധനവ് വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളത്. അത്രത്തോളം അഭിമാനകരമായ ഒരു നേട്ടം ഈ സമരത്തിലൂടെ കൈവരിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ജനകീയ പ്രതിരോധ സമിതി അടക്കം തീർച്ചയായും ജനകീയ പ്രതിരോധ സമിതി അതിനുവേണ്ടി സംസ്ഥാനത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ എല്ലാ മനുഷ്യരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ജില്ലയിൽ ഈ സമരത്തിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങൾ നൽകുന്നതിൽ, അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ ഈ സമരത്തോടൊപ്പം എല്ലാവരെയും അടുപ്പിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് പൗരസംഗമം അടക്കം പറഞ്ഞാൽ കേരളത്തിലെ പൗരന്മാർ ഈ സമരത്തോടൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകളെ അവിടെ എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ജനകീയ പ്രതിരോധ സമിതിയാണ്. തീർച്ചയായും ഒരു
വിജയം വരിച്ച സമരത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഇവിടെ വന്നു നിന്ന് സംസാരിക്കുവാനും ഈ ആദരം ഏറ്റുവാങ്ങുവാനും ഞങ്ങളുടെ സംഘടനയെ പ്രാപ്തമാക്കിയത് കേരളത്തിന്റെ ഏറ്റവും ഉയർന്ന ജനാധിപത്യ ബോധമാണ്. നിങ്ങൾ ഏവരും തന്ന എല്ലാം കൈയഴിച്ചു തന്നുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾ, പിന്തുണയാണ് ഈ സമരം കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സമരമായിട്ടല്ല ഞങ്ങൾ സംഘടനയും കണക്കാക്കുന്നത്. ഇത് കേരളത്തിന്റെ സമരമാണ്. CJP ഇപ്പോൾ ഡൽഹിയിൽ നടത്തുന്ന സമരം നീറ്റ് പരീക്ഷയെ ക്രമക്കേട് സംബന്ധിച്ച് നടത്തുന്ന സമരമാണ് എങ്കിൽ പോലും അത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിച്ചിരുന്ന ഒരു സമരമാണ്. ഈ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള സമരമായിട്ട് എങ്ങനെയാണോ മാറിയത്, അതുപോലെ തന്നെയാണ് ആശാ സമരവും. ഈ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന 10 വർഷം തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാരിന്റെ ഏറ്റവും ധിക്കാരപരമായ നിലപാടുകൾക്കെതിരെ, തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ, ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും പ്രതികരിക്കുവാൻ ആശാ സമരത്തിലൂടെ കഴിഞ്ഞത് കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളുടെയും സമരമാണ്. വിരോധാഭാസം എന്ന് പറയുന്നത് ഇപ്പോ പല ജില്ലകളിൽ നിന്നും ആശാ സഹോദരിമാർ പോസ്റ്റർ അയച്ച് നോട്ടീസൊക്കെ അയച്ചു തരികയാണ്. കാരണം 21,000 രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് CITU ഇപ്പോൾ ആശമാരെ വിളിച്ച് സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അത്രേ 5,000 രൂപ ഓണറേറിയം ഉത്സവത്ത ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് സമരം ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളുടെ സമര സമയത്ത് ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് നമ്മളെ ഏറ്റവും അധികം വ്യക്തിഹത്യ നടത്തി നിക്ഷേപിക്കുകയൊക്കെ ചെയ്ത അഡ്വക്കേറ്റ് അനിൽകുമാറാണ് കോട്ടയത്ത് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. എന്ന് പറഞ്ഞാൽ 21,000 രൂപ ഇവർ ആരോടാണ് ചോദിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അവർക്കതിനകത്ത് വ്യക്തതയുണ്ടോ എന്നറിയത്തില്ല. കാരണം 9 മാസം അവർക്ക് വ്യക്തത ഇല്ലായിരുന്നു. ഇപ്പൊ വന്നോന്ന് അറിയത്തില്ല. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ സംഘടന ഓണനാളുകളിൽ, ഓണത്തിന് മുമ്പ് ഉത്സവത്ത് 5,000 രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തിയിരുന്നു. കഴിഞ്ഞ ഓണത്തിന്റെ സമയത്ത് നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടായിരുന്നു. ആ 10 വർഷവും നടത്താൻ കഴിയാത്ത ആളുകൾ ഇപ്പോ PD സതീശൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് 5,000 രൂപ ഉത്സവത്ത്. എന്ന് പറഞ്ഞാൽ ഇതെന്താ ഇതിനെയൊക്കെ പറയേണ്ടതെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഒരു മുന്നണിയെ നമ്മുടെ സമര പന്തലിൽ കൊണ്ടുവന്ന് അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ ആശമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് പറയുകയും അധികാരത്തിൽ വന്നയുടൻ അത് നടപ്പാക്കി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അവരെ അവിടെ എത്തിച്ചത് കേരളം ഒന്നടങ്കം നിന്നുകൊണ്ട് നടത്തിയ ഈ സമരത്തിന്റെ ഫലമായിട്ടാണ്. അത് നമുക്ക് നൽകുന്ന പ്രതീക്ഷ, ഈ നാട്ടിലെ പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നൽകുന്ന പ്രതീക്ഷ അങ്ങേയറ്റത്തെ വലിയ പ്രതീക്ഷയാണ്. ഏതൊരു മനുഷ്യനും അഭിമാനമുണ്ടാക്കുന്ന തരത്തിലൊരു സമരമാണ് നടന്നതെന്ന് ഏവരും പറയുന്നുണ്ട്. തീർച്ചയായും ഇതെല്ലാം നമ്മുടെ മനുഷ്യന്റെ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും ഒക്കെ അതീതമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് വലിയ ഇൻസ്പിറേഷൻ നൽകുന്ന, വലിയ ആക്കം നൽകുന്ന, വലിയ പ്രതീക്ഷകൾ നൽകുന്ന സമരങ്ങളാണ്. അത് ആശാ സമരമാണെങ്കിലും കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരമാണെങ്കിലും ഇപ്പോ ഒരു സർക്കാർ വന്നിട്ട് അവർക്ക് തീരുമാനം പോലും എടുക്കാൻ കഴിയില്ല. കാരണം തീരുമാനമെടുത്താൽ എതിരായിട്ടാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ അവർ വലിയ പ്രതിസന്ധിയിൽപ്പെടും. അത്തരത്തിൽ സർക്കാരുകളെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുവാൻ കഴിയുന്ന തരത്തിൽ ഇതെല്ലാം നേടിയെടുക്കുവാൻ കഴിയുന്നത് മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. ആ ഒരു കാഴ്ചപ്പാട് ഈ കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി അവതരിപ്പിച്ചത് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയാണ്. അതിന്റെ തുടക്കം മുതൽ അതിനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഏറെ അഭിമാനവും സന്തോഷവും ഉണ്ട്. ഇവിടെ നൽകിയ സ്വീകരണത്തിന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പേരുള്ള എല്ലാ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായിട്ട് കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതിയുടെ സംസ്ഥാന ചെയർമാനായിരുന്ന ബാബുരാജ് സാറ് പ്രസംഗിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ വിൻസൻ മളയിൽ സാർ, ശ്രീ MB മത്തായി സാറ്, വിജയും സദസ്സിനുമായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, പ്രത്യക്ഷത്തിൽ ടാഞ്ചിബിളായ ഒരു വിജയം നേടിയ ഒരു സംഘടനയുടെ, ഒരു കൂട്ടായ്മയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഇവിടെ വേദിയിൽ സംസാരിക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നത്, ഞങ്ങളുടെ സമരം പോലും തുടങ്ങിയ കാലത്ത് 1 വർഷത്തോളം
കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ ആ സമരത്തെ ഒരിഞ്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ബുദ്ധിമുട്ടിയ ബുദ്ധിമുട്ടുകൾ ഒരു ജില്ലയുടെ എറണാകുളം കോട്ടയം ജില്ലകളുടെ പ്രദേശങ്ങളിൽ ചില പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു സമരത്തെ ഒരു സമരാഭിലാഷത്തെ സംസ്ഥാനത്തെമ്പാടും വളരെ ശക്തമായി എത്തിച്ചത് അതൊരു വളരെ ശ്രദ്ധേയമായ ഒരു പ്രത്യക്ഷമായ ഒരു വിജയത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ച ഒരു സമരമാക്കി മാറ്റിയതിൽ സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി വഹിച്ച പങ്കെന്താണെന്ന് ഊന്നി പറയാതെ വയ്യ. നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. നമുക്കറിയാം ചില സമരങ്ങൾ നമ്മൾ കണ്ട പല സമരങ്ങളും പൊതുവെ പരാജയപ്പെട്ട സമരങ്ങളെന്ന് വിളിക്കപ്പെടുന്നുണ്ട്. ചില സമരങ്ങളൊക്കെ കൃത്യമായി വളരെ പ്രത്യക്ഷത്തിൽ തന്നെ വിജയമാർജിച്ച അത് ഉന്നയിച്ച ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുത്ത സമരങ്ങളെന്ന് നിലയിൽ തിരിച്ചറിയപ്പെടുന്നുണ്ട്. നമുക്കറിയാം, പക്ഷേ പരാജയപ്പെട്ടു എന്ന് പറയുന്ന സമരങ്ങളൊന്നും പരാജയപ്പെട്ട സമരങ്ങളല്ല. അവ നിരന്തരമായി നമ്മളോട് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി പ്രശ്നങ്ങൾ സമസ്യകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ചില സമരങ്ങളെങ്കിലും വിജയിക്കുമ്പോൾ, പ്രത്യക്ഷത്തിൽ തന്നെ വിജയിക്കുമ്പോൾ അത് നമുക്ക് വളരെ കാലം നീണ്ടു നിൽക്കുന്ന പ്രത്യാശ സമ്മാനമായി ലഭിക്കുകയാണ്. നമുക്കറിയാം, സമരങ്ങളുടേതായ പ്രത്യേകിച്ച് ഈ ഒരു ഫാസ്റ്റ് യുഗത്തിൽ സമരത്തെക്കുറിച്ച് സംസാരിക്കുവാൻ പോലും പൊതുസമൂഹം അറച്ചു നിൽക്കുന്ന കാലത്ത് ആ സമര മുന്നേറ്റങ്ങളുടേതായ ഒരു അടിത്തറയിൽ ഒരു വലിയ സംഘടന വളർന്നു വരിക, ആ സംഘടന സമരങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് മനുഷ്യനെ ഏറ്റവും വലിയ പ്രത്യാശാജനകമായ ഒരു കാര്യമായി അനുഭവപ്പെടുന്നത്. നമുക്കറിയാം, മനുഷ്യന്റെ നാഗരികതയുടെ ഉത്ഭവം മുതൽ തന്നെ നമ്മളൊരു പബ്ലിക് ട്രസ്റ്റ് എന്ന് കരുതിയിരുന്ന ഈ ഭൂമിയുടെ വിഭവങ്ങൾ ഒരുപക്ഷെ പഴയ ചക്രവർത്തിമാരുടെ കാലം തൊട്ട് ജനാധിപത്യ ഭരണകൂടങ്ങളൊന്നുമല്ല അതിനു മുമ്പ് തന്നെ തിരിച്ചറിയപ്പെട്ടിരുന്ന പല വിഭവങ്ങളും മനുഷ്യ സമൂഹത്തിന് യാതൊരു നിയന്ത്രണവുമില്ലാതെ കോർപ്പറേറ്റ് കരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്ന് മണ്ണാവാം, നദിയാവാം, ജലമാകാം, നമ്മുടെ റെയർ എർത്ത് ആവാം, അത് അതിഭയാനകമായ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്ന മനുഷ്യൻ എന്നുള്ളൊരു ജീവിവർഗം തന്നെ തീരെ പരിഗണിക്കേണ്ട ഒരു വിഷയമല്ലാതെമായി മാറുന്ന കടലിലെയോ അല്ലെങ്കിൽ വനങ്ങളിലെയോ ഉള്ള അനേകം ജീവികളിൽ ഒന്നുമാത്രമായ ഒരു മനുഷ്യൻ നിർമ്മിച്ച ഒരു സിവിലൈസേഷൻ അതിന്റെ ഭാഗമായ ബഹുഭൂരിപക്ഷം മനുഷ്യരെയും അവരുടെ കർത്തൃത്വത്തെയും അവരുടെ പ്രതിനിധാനത്തെയും പൂർണ്ണമായി അപ്രസക്തമായ തീർക്കുന്ന ഒരു ക്രമത്തിലേക്കാണ് ലോകം മുഴുവൻ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. ഈ ഒരു അവസരത്തിൽ മനുഷ്യ സമൂഹത്തിന്റെ തന്നെ അതിജീവനം ഒരുപക്ഷെ ഇത്തരം ജനകീയ പ്രതിരോധങ്ങളുടെ അടിത്തറയിൽ വളർന്നു വരുന്ന കൂട്ടായ്മകൾ മാത്രമായിരിക്കും എന്നാണ് നമുക്ക് കരുതാനാവുക. അപ്പൊ നമ്മൾ വളരെ സർവസജ്ജമായ ഒരു കേന്ദ്ര ഭരണകൂടത്തിൽ നിന്ന് പാർട്ടികൾ നടത്തിയ ഈ ഒരു സമരം ഇതേപോലെ ഒരു വിജയത്തിലേക്ക്, ഒരു താൽക്കാലികമെങ്കിലും ആണെങ്കിൽ പോലും വളരെ ടാൻജിബിൾ ആയ ഒരു വിജയത്തിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് നൽകുന്ന പ്രത്യാശ എത്ര വലുതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഈ ഒരു സാധ്യത മനുഷ്യ സമൂഹത്തിന്റെ, മനുഷ്യ ഭാവിയുടെ ഒരു ജനാധിപത്യപരമായ ഇടപെടലുകളുടെ സാധ്യത തുറന്നു തരുന്ന ഒരു വേദിയായി ഈ സംഘടനയും ഇന്നത്തെ ക്രമം മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള നിശ്ചയദാർഢ്യവും പ്രതിജ്ഞാബദ്ധതയും പുലർത്തുന്ന ഒരു പുതിയ തലമുറയും നമുക്ക് പ്രത്യാശയോടെ മാത്രമാണ് നോക്കിക്കാണാൻ കഴിയുക. ഈ ഒരു ഭാഗതയെ ഏറ്റെടുക്കുവാൻ ഇന്ന് യഥാർത്ഥ കേരളത്തിൽ സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി പോലെ മറ്റൊരു സംഘടന ഇല്ല. ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ നമുക്ക് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ വളരെ ചുരുങ്ങിയ വേദികൾ മാത്രമായിരിക്കും നമുക്ക് അങ്ങനെയുള്ളവ കണ്ടെത്താനാവുക. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തില് എല്ലാത്തരം ആശംസകൾ അർപ്പിച്ചുകൊണ്ട്, അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്തതായിട്ട് സംസാരിക്കുന്നത് ഡോക്ടർ ജോർജ് ജോസഫ് സാറാണ്. നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പോരാടുന്ന ഒരു വലിയ ശ്രദ്ധേയ സംഘടനയുണ്ട്, സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി. സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഡോക്ടർ ജോർജ് ജോസഫ് സാർ. നമ്മുടെ ഈ സ്ഥാപന സമ്മേളനത്തിൻ്റെ ബഹുമാനായ അധ്യക്ഷൻ ഡോക്ടർ മാളിയേക്കൽ, ജനകീയ പ്രതിരോധ സമിതി കേരള സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ എം പി മത്തായി അവരുടെ, നാം ഇന്ന് ആദരിച്ച ശ്രീമതി എം എ ബിന്ദു, അതുപോലെ തന്നെ ജനകീയ പ്രതിരോധ സമിതിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഷാജിർ ഖാൻ, കേരള വിരുദ്ധ സമരത്തിൻ്റെ നേതാക്കളെ, പ്രൊഫസർ ഫ്രാൻസിസ്, എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, സുഹൃത്തുക്കളെ, മൂവാറ്റുപുഴയുടെ കച്ചേരിത്താഴം ജംഗ്ഷനിൽ ഉച്ചയോടെ വന്നിറങ്ങിയപ്പോൾ തന്നെ
ജനകീയ പ്രതിരോധ സമിതിയുടെ എറണാകുളം ജില്ലാ സമ്മേളനത്തിൻ്റെ സാഗര ഗർജനം കേട്ടാണ് ഞാൻ വിടുന്നത്. എവിടെയാണ് അർബൻ ബാങ്കിൻ്റെ ഓഡിറ്റോറിയം എന്ന് പ്രത്യേകമാരോടും പറയേണ്ടതില്ല എന്നുള്ള നിലയ്ക്ക് ഇവിടെ നിന്ന് മുഴങ്ങിയ ആ പ്രതികരണത്തിൻ്റെ ശബ്ദം അത് സാഗര ഗർജനം എന്ന് കേരളത്തിനൊരു വലിയ പ്രഭാഷകനെ വിശേഷിപ്പിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ആ സാഗര ഗർജനത്തിൻ്റെ ഉടമ മത്തായി സാറിൻ്റെ വഴികാട്ടിയും സുഹൃത്തുമായിരുന്നു മൺമറഞ്ഞു ഡോക്ടർ സുകുമാർ അഴീക്കോട്, അതുപോലെ ഡോക്ടർ മൻമഥൻ സാർ. ഇത്തരത്തിലുള്ള ആളുകളുടെ ഒക്കെ ആ സൗഹൃദത്തിൻ്റെ സൗരഭ്യം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് ജനകീയ പ്രതിരോധ സമിതി സമ്പന്നമായിരിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഇതിൻ്റെ ആശയ ജനയിതാവിനെ നിങ്ങൾ സ്മരിച്ചു, ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ നമ്മുടെ കേരളത്തിൻ്റെ ഒരു മനസാക്ഷിയായിരുന്നു. ഈ കേരളത്തിൻ്റെ ഈ മനസാക്ഷിയെ ഞാൻ കാണുന്നത് 1990 ഒരു അവസരത്തിലാണ് നേരിട്ട്. അത് കേരളത്തിൽ വെച്ചല്ല, അത് ബോംബെ എയർപോർട്ടിൽ വെച്ച്. ബോംബെ എയർപോർട്ടിൽ VIP ലോഡ്ജിൽ ഇദ്ദേഹം ഒരു സെറ്റിയിൽ ഇങ്ങനെ കിടക്കുക. എന്നോടൊപ്പം അല്ല അദ്ദേഹത്തോടൊപ്പം എന്ന് പറയുക ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഇതിൻ്റെ പ്രസിഡൻഷ്യൽപ്പെട്ട ആളായിരുന്നു ഞാൻ. ഞങ്ങൾ രണ്ടും ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ സെക്യൂരിറ്റി സ്റ്റാഫ് കൃഷ്ണയ്യരെ ചിട്ട പഠിപ്പിക്കുകയാണ്, ഇവിടെ കിടക്കാനുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞു. ഉടനെ മിനിസ്റ്റർ ഇടപെട്ടു, ഇവിടെ ഹീസ് അവർ ഫോർമർ ജസ്റ്റിസ്, ഡോണ്ട് ഇന്റർഫിയർ എന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റിസ് കൃഷ്ണയ്യർ പറഞ്ഞു, മിനിസ്റ്റർ പ്ലീസ് ഡോണ്ട് ഇന്റർവ്യൂ, ഐ ഷാൽ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിൽ ആ സെക്യൂരിറ്റി ഗാർഡിനോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർമ്മിക്കുന്നു. ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ എം എ സബ്ജക്ട് ബട്ട് ഐ എം എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. Had there been no other seats, I would have sat. But there are enough seats. Law is for man. അവിടെ ആ അവസരത്തിൽ പോലും ക്ഷീണിതനായിരുന്നു അദ്ദേഹം പുലർത്തിയ ബോധ്യത്തിൻ്റെ ഒരു ഉറപ്പുണ്ട്. ഇവിടെ പ്രതിരോധിക്കും കീഴടങ്ങില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി ഈ എറണാകുളം ജില്ലാ സമ്മേളനം നടക്കുന്ന അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാശങ്ക അഖിലേന്ത്യാ തലത്തിൽ ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഏവർക്കും സന്തോഷകരമായ വാർത്ത വന്നു കഴിഞ്ഞു. അത് അധർമ്മം പ്രവർത്തിച്ച ധർമ്മേന്ദ്ര എന്നു പേരുള്ള ആ പ്രധാനി ഇന്ന് അപ്രധാനിയായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം. വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ പറയാറുള്ള ഒരു മുദ്രാവാക്യമുണ്ട്, അതിവിടെ ഞാൻ പറയാൻ നിങ്ങളെ അനുവദിക്കണം. ഇഫ് എവറിഥിങ് ഈസ് റൈറ്റ് വിത്ത് എഡ്യൂക്കേഷൻ, എവറിഥിങ് വിൽ ബി റൈറ്റ് വിത്ത് ദ നേഷൻ. ഇവിടെ പരാജയപ്പെട്ടത് നമ്മുടെ ജനകീയ വിദ്യാഭ്യാസമാവാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വിദ്യാഭ്യാസ രംഗത്ത് ഇവർ നടപ്പിലാക്കുന്ന അങ്ങേയറ്റം അപലപനീയമായ അതിൻ്റെ അടിത്തറ തോന്നുന്ന പരിഷ്കാരങ്ങളിലൂടെ 2014 NDAയിലൂടെ എല്ലാം കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് ഇന്ത്യയിലെ സമസ്ത പരീക്ഷകളെയും എൻട്രൻസ് പരീക്ഷകളാക്കി മാറ്റി. അത് പരീക്ഷകളല്ല കേട്ടോ, ടെസ്റ്റാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കീഴിലാക്കി. അതിൽ ഏതാനും അഡ്ഹോക്ക് ഉദ്യോഗസ്ഥന്മാരെ മാത്രം പ്രതീക്ഷിച്ച് അഴിമതിക്ക് വളരാനുള്ള എല്ലാ വളക്കൂറും ഒരുക്കിക്കൊണ്ട് എത്രയോ പരീക്ഷകൾ ക്യാൻസൽ ചെയ്ത്, എത്രയോ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ക്യാൻസൽ ചെയ്ത്, ഏറ്റവും അവസാനം നമ്മയൊക്കെ ഞെട്ടിച്ച നീറ്റ് UG പരീക്ഷയിലെ 24 ലക്ഷം കുട്ടികൾ എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് അങ്ങേയറ്റം താറുമാറായി. അതിന് പുനർപരീക്ഷ നടത്തേണ്ടി വന്നു. 22 ലക്ഷം കുട്ടികൾ മാത്രമാണ് എഴുതിയത്. 2 ലക്ഷം കുട്ടികൾ പുറത്തായി. അവരെഴുതുന്നില്ല എന്ന് തീരുമാനിച്ചു. മാത്രമല്ല, എഴുതിയ ആ പരീക്ഷയുടെ കനത്ത പരീക്ഷാ ഫീസ് തിരിച്ചു വാങ്ങാൻ പോലും അവർ മെനക്കെട്ടില്ല എന്ന് അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിൽ വാർത്തയുണ്ട്. ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഇന്നത്തെ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, NDAയിലെ ആകപ്പാടെ സ്ഥിരം
തസ്തികകളുള്ളത് 37. ബാക്കി 123 എണ്ണവും അഡ്ഹോക്കായിട്ട് ഹയർ ചെയ്യുന്നു, പിരിച്ചുവിടുന്നു, അത്തരത്തിലുള്ളതാണ്. ഈ 37 സ്ഥിര തസ്തികകൾ തന്നെ സുപ്രധാനമായി NTA നടത്തുന്ന എത്രയോ പരീക്ഷകളുണ്ട്. ATUG പോലെ തന്നെ എത്രയോ പരീക്ഷകളുണ്ട്. ഈ 37 പേരും മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും വേണ്ടപ്പെട്ടവരെ ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നയാളാണ് ഈ 37 പേർ. സ്വന്തം സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്വപൂർണ്ണതയോടെ ജോലി നിർവഹിക്കുന്നതിനുള്ള ഒരിടമൊരുക്കാത്ത ഇവരുടെയൊക്കെ ദാസ്യവേല ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ നിറച്ച് കാലങ്ങളായി അഴിമതിക്ക് വളമിട്ട് കൊടുത്തുകൊണ്ട് അരിയിട്ട് വാഴിച്ചിരുന്ന ഒരു വലിയ അഴിമതിയുടെ ഒരു ഒരു ചിതൽപുറ്റാണ് ഇവിടെ കോക്രോച്ച് എന്നുള്ള സ്വന്തം പേര്, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് സ്വന്തം പേരെടുത്തെളിഞ്ഞ് നമ്മുടെ യുവാക്കൾ സാഹസികതയോടെ പൊളിച്ചു കളഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ചരിത്രം എന്താണ്? അവർ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളത് തന്നെ അവർ പേരിട്ടത്. കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള പേരിട്ട അത് ഇവിടുത്തെ ഇന്ത്യയുടെ നീതി ന്യായാസനത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തി അവരെ പാറ്റകൾ അതിനോട് ഉപയോഗിച്ചതിൻ്റെ പേരിലാണ്. പ്രതീകാത്മകമാണത്. മിനിഞ്ഞാന്നത്തെ അർദ്ധരാത്രിയിൽ ഏതാണ്ട് മിനിറ്റുകൾ അവശേഷിച്ചപ്പോൾ, അർദ്ധരാത്രി ആയിട്ടില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വികലമായ ഒരു സെൽഫിയിലൂടെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരിക്കുന്നു, യുവാക്കളാണ് ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ പരിഗണന എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തോ ഒരു വൈരുദ്ധ്യമാണ്, എന്തൊരു വിരോധാഭാസമാണ്. എത്രയോ കാലങ്ങളായി ജന്തർ മന്ദിറിൽ സമരം ചെയ്യുന്ന കുട്ടികളുടെ ദൈന്യത നമ്മുടെ നാട് മുഴുവനും ലോകം മുഴുവനും കണ്ടിരിക്കെ അതിലേക്ക് അവരെ തള്ളിവിട്ട ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുന്നു, ഇവിടുത്തെ യുവാക്കളാണ് ഞങ്ങളുടെ ഏറ്റവും പ്രമുഖമായ പരിഗണന. എന്തോ ഒരു പരിഹാസ്യമായ പ്രസ്താവന. അതുപോലെ തന്നെ ഇതിനകത്ത് നാം കാണേണ്ടത് ഇവിടുത്തെ സംവിധാനങ്ങളെ മുഴുവൻ ഇങ്ങനെ തകർത്തിട്ട് ഇതിനെ മുഴുവനും കോർപ്പറേറ്റീവ്സിന് അടിയറ പറയിക്കുന്ന അതിൻ്റെ ദാസന്മാർ മാത്രമായി 5 വർഷത്തേക്ക് നാം തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അധപ്പതിക്കുമ്പോൾ ജനകീയ പ്രതിരോധ സമിതി എന്നുള്ള ഈ പ്രസ്ഥാനം കേരളത്തിൻ്റെ രാഷ്ട്രീയ ശിരോലിഖിതം കുറിച്ച ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളത് അഭിമാനിക്കുന്ന സന്തോഷം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ശിരോലിഖിതം 2 സുപ്രധാനമായ സമരങ്ങളിലൂടെ എഴുതി വെച്ച സംഘടനയുടെ അഭിമാനകരമായ ജില്ലാ സമ്മേളനത്തിൽ, അതും എറണാകുളത്തിൻ്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സന്തോഷം. നമുക്കറിയാം ഇന്നും ഏറലുണ്ട്, കേരളയിൽ വരും കേട്ടോ എന്ന് ഇവിടുത്തെ അതിശക്തനായ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഷ്യം. ആ ഭാഷ്യം 22 മന്ത്രിമാരുണ്ടെങ്കിൽ 22 വകുപ്പ് ഭരിച്ചിരുന്ന മറ്റാരും നമുക്കറിയാം. നമുക്കൊക്കെ അറിയുന്ന കേരള ചരിത്രത്തിൽ ഇത്ര കണ്ട അധികാരത്തെ കൈപ്പിടിയിലൊതുക്കി ധാർഷ്ട്യത്തോടെ ഭരിച്ച മറ്റൊരാളുമില്ല, സംശയമില്ല. അത്തരത്തിലുള്ള ഉഗ്രശാസനായ ഒരു മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഇപ്പോൾ നമ്മളാ പറഞ്ഞത്. ആ വാക്കുകളെ വീൺവാക്കുകളാക്കി മാറ്റിയ ജനകീയ പ്രതിരോധ സമിതിയുടെ അച്ചടക്കവും ചിട്ടയും ക്രമവും ബോധ്യവുമുള്ള, കാര്യരമ്പിൻ്റെ കരുത്തുള്ള, ദാർഢ്യത്തോടെയുള്ള, ധാർഷ്ട്യമല്ല കേട്ടോ, ദൃഢതയോടെയുള്ള, മനസാക്ഷിയുടെ സ്വരത്തിന് വില കൽപ്പിക്കുന്ന ഒരു തരത്തിലുള്ള നിയമാവലികൾ എഴുതി വെച്ചിട്ടില്ലാത്ത, എന്നാൽ മനസാക്ഷിയുടെ നിയമത്താൽ നയിക്കപ്പെടുന്നവരായ ഈ ജനകീയ പ്രതിരോധ സമിതിയുടെ ജില്ലാ സമ്മേളനം ഒരു സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഗരിമയാണ് എൻ്റെ മുമ്പിൽ കാണിച്ചു തരുന്നത്. വളരെ ക്രമത്തോടും ചിട്ടയോടും അതുപോലെ തന്നെ സമയക്ലിപ്തതയോടും കൂടി ശാസ്ത്രീയമായി സംഘടിപ്പിക്കപ്പെട്ട ഇത്തരത്തിലുള്ളൊരു സെമിനാറിൽ സംബന്ധിക്കുന്നതിന് ഉള്ള അവസരം എനിക്ക് നൽകിയതിൻ്റെ സംഘാടകരുടെ നിസ്സീമമായ പ്രവർത്തനം അർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ വഴികളിൽ ഇനിയും കൂടുതൽ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ജനങ്ങളുടെ മനസാക്ഷിയായി മാറാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, രാവിലെ 10 മണിക്ക് കൃത്യം 10 മണിക്ക് ആരംഭിച്ച നമ്മുടെ സമ്മേളനം തീരുമാനിച്ച എല്ലാ നടപടികളും വളരെ ഭംഗിയായി പൂർത്തിയാക്കി വിജയകരമായി ഇപ്പോൾ സമാപിക്കുകയാണ്. ഇത് വളരെ ചിട്ടയോടെ ഈ സമ്മേളനം നടത്തുന്നതിൽ സഹകരിച്ച മുഴുവൻ പ്രതിനിധികൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഔപചാരികമായ നന്ദി പ്രകടനത്തിന് വേണ്ടി ജനകീയ പ്രതിരോധ സമിതിയുടെ ജില്ലാ നേതൃത്വത്തിലുള്ള ഏറെക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയും സ്വാഗത സംഘത്തിൻ്റെ ജനറൽ കൺവീനറുമായ
ശ്രീ മോഹൻകുമാറിനെ ക്ഷണിക്കുന്നു. ഈ നന്ദി പ്രകാശനത്തിന് ശേഷം ഇന്ന് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട് പേര് വായിക്കപ്പെട്ടവരും പേര് സ്വയം ചേർത്തവരും ഒക്കെയായ എല്ലാവരും ഒരു ഫോട്ടോ സെഷൻ വേണ്ടി നിൽക്കണമെന്ന് അറിയിക്കുന്നു. നമ്മളുടെ ജനകീയ പ്രതിരോധ സമിതിയുടെ സമാപന സമ്മേളനത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ നമ്മളുടെ ജില്ലാ പ്രസിഡന്റുമായ ഡോക്ടർ വിൻസെൻ്റ് മലയിക്കൽ, വേദിയിലുള്ള നമ്മളുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ എസ് ലത്തീഫ് സാറ്, അതുപോലെ തന്നെ നമ്മളുടെ സമിതിയുടെ സംസ്ഥാന നേതാവ് ഡോക്ടർ വിൻസെൻ്റ് മലയിക്കൽ, ജനറൽ സെക്രട്ടറി എം ഷാജർ ഖാൻ, കേരള വിരുദ്ധ സമിതിയുടെ ജനറൽ കൺവീനർ എസ് രാജീവൻ സാറ്, ഫ്രാൻസിസ് കളത്തുക്കൽ, ജോർജ് ജോസഫ് സാറ്, എം ബി ബാബുരാജ് സാറ്, അതുപോലെ തന്നെ വേദിയിലുള്ള ശ്രീമതി എം എ ബിന്ദു, പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ വളരെ സന്തോഷപൂർവ്വമാണ് ഞാനിവിടെ നന്ദി പറയാനായിട്ട് നോക്കുന്നത്. അത് ഇന്നത്തെ സമ്മേളനത്തിൻ്റെ ചിട്ടവട്ടങ്ങളുടെ കാര്യം കൊണ്ട് മാത്രമല്ല, ഒരു മാസം മുമ്പ് നമ്മൾ തുടങ്ങിയ ലത്തീഫ് സാറിൻ്റെ നേതൃത്വത്തിൽ, ലത്തീഫ് സാറിനെ ആശാസമരത്തിലൂടെ എനിക്കറിയാം. ആശാസമരം കേരളത്തിൽ എം എ ബിന്ദു നയിച്ച വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ എല്ലാ ജില്ലകളിലൂടെയും കടന്നുപോയ ആ ജാഥ, സമരാഹ്വാന ജാഥ, ആ ആശാസമരത്തിൻ്റെ ആ ജാഥ ഇവിടെ മൂവാറ്റുപുഴയിൽ എത്തിയപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ സ്വീകരണം നൽകിയത് നമ്മുടെ മൂവാറ്റുപുഴയിൽ. ആ എന്ന് പറഞ്ഞാൽ കോരിച്ചെറിയുന്ന മഴയത്താണ്. ആ സ്വീകരണ സമ്മേളനം ഒരുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചത് ലത്തീഫ് സാറാണ്. അപ്പം ലത്തീഫ് സാറ് ജനകീയ പ്രതിരോധ സമിതിയുടെ ഒരു സമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനായി വരും എന്ന് ഞാൻ മനസ്സാൽ ആഗ്രഹിച്ചിരുന്നു. മത്തായി സാറ് ലത്തീഫ് സാറിനൊക്കെ സംസാരിച്ചു. ലത്തീഫ് സാറ് അല്പം ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ പോലും ലത്തീഫ് സാർ അത് സമ്മതിച്ചു എന്നുള്ളത് കൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സത്യത്തിൽ ഈ സമ്മേളനം നടത്താനായി, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താനായി എല്ലാവരും ഒത്തുചേർന്നു. അദ്ദേഹത്തിൻ്റെ സംഘടനാ പാടവത്തെ എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുണ്ട്. ജനകീയ പ്രതിരോധ സമിതി വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. നിരവധിയായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയാണ്. വിവിധ ജനവിഭാഗങ്ങളുടെ ഇടയിൽ വളരെ ആഴത്തിൽ ധാരണ ഉണ്ടാക്കിയ സംഘടനയാണ്. നമ്മൾ സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരല്ല. ആത്മാർത്ഥമായ ഒരു ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് അത് അങ്ങേയറ്റം എന്ത് ത്യാഗവും സഹിച്ചുകൊണ്ട് അത് നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുള്ള സംഘടനയാണ് എന്ന ഒരു കാഴ്ചപ്പാട് എല്ലാ വിഭാഗം ആൾക്കാരുടെ ഇടയിലുണ്ട്. പക്ഷെ ഇവിടെ കിഴക്കൻ മേഖലയിൽ സംഘടിപ്പിക്കുമ്പം ഈ മേഖലയിൽ നമ്മൾ വലിയ സമരങ്ങളൊന്നും നടത്തിയ ഒരു പശ്ചാത്തലം ഇല്ലാത്ത ഒരു മേഖലയാണ് എന്നുള്ളത് കൊണ്ട് മത്തായി സാറ് ഇടുക എല്ലാവരും പറഞ്ഞു കിഴക്കൻ മേഖലയിൽ ഈ സമ്മേളനം നടത്തണമെന്ന് പറയുമ്പോൾ അത് നടത്താനായിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ തീർച്ചയായും ആദ്യത്തെ സമ്മേളനത്തിൻ്റെ ആദ്യത്തെ സ്വാഗത സംഘ മീറ്റിങ്ങിൻ്റെ ഫോട്ടോ നാസ് ഓഡിറ്റോറിയത്തിൽ നമ്മൾ കൂടിയിട്ട് ആ സ്വാഗത സംഘം അതിനകത്ത് പങ്കെടുത്ത ആൾക്കാരുടെ ഫോട്ടോ കേരളത്തിലെമ്പാടും പ്രചരിച്ചു. അത് കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ ജില്ലാ സമ്മേളനം ഇത് പിന്നെ സ്വാഗത സംഘം മീറ്റിംഗ് തന്നെ ഒരു ജില്ലാ സമ്മേളനമായിരുന്നല്ലോ എന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല തയ്യാറെടുപ്പുകൾ നടന്നു. എല്ലാ പ്രദേശങ്ങളിലും ഇതിൻ്റെ യൂണിറ്റുകൾ, എല്ലാ താലൂക്കുകളിലും ഇതിൻ്റെ യൂണിറ്റുകൾ ഉണ്ടാക്കാനുള്ള നടപടികൾ, പ്രദേശങ്ങളിൽ യൂണിറ്റുകൾ, പഞ്ചായത്തുകളിൽ യൂണിറ്റുകൾ, ആ രീതിയിലുള്ള കൂട്ടായ്മകൾ പല സ്ഥലങ്ങളിലും വിളിച്ചു ചേർക്കപ്പെട്ടു. നിരവധിയായ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നിരവധിയായ ആൾക്കാർക്ക് അവർക്ക് പ്രതീക്ഷയുള്ള ഒരു സംഘടനയാണ് ജനകീയ പ്രതിരോധ സമിതി. അവരെ വിളിച്ചു കൂട്ടിയാൽ മതി, അവർ തയ്യാറാണ് നമ്മുടെ കൂടെ വരാൻ. അപ്പം സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് നടന്നു എന്നുള്ളത് കൊണ്ടാണ് 15 സ്ഥലങ്ങളിൽ നമുക്ക്
യൂണിറ്റ് കൂട്ടായ്മകൾ. അപ്പം ലത്തീഫ് സാറ് പറഞ്ഞു, നിങ്ങൾ യൂണിറ്റ് എന്നുള്ള രീതിയിൽ വേണ്ട, സമാന ചിന്താഗതിക്കാരുടെ യോഗം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ തന്നെയാണ് വിളിച്ചത്, സമാന ചിന്താഗതിക്കാരുടെ ആൾക്കാരുടെ യോഗം വിളിച്ചു ചേർത്തു. അപ്പോൾ അവർ പറയാണ് നമുക്കൊരു യൂണിറ്റ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് നിർബന്ധം യൂണിറ്റ് ഉണ്ടാക്കത്തില്ലെന്ന് നിർബന്ധമൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ യൂണിറ്റ് ഉണ്ടാക്കി. അവിടെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും വൈസ് പ്രസിഡന്റുമാരെയും ജോയിന്റ് സെക്രട്ടറിമാരെയും ട്രഷററെയും കമ്മിറ്റി അംഗങ്ങളെ എല്ലാം തിരഞ്ഞെടുത്തുകൊണ്ടുള്ള യൂണിറ്റുകൾ ഉൾപ്പെടെ നമുക്ക് യൂണിറ്റുകൾ. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പരിണിത ഫലം എന്നുള്ള രീതിയിലാണ്, അതിൻ്റെ ഒരു കൾമിനേഷൻ എന്നുള്ള രീതിയിലാണ് സത്യത്തിൽ ഈ ജില്ലാ സമ്മേളനം ഇവിടെ നടന്നത്. വളരെ ചിട്ടയായി. എനിക്കും ആശങ്കയായിരുന്നു കേട്ടോ. ഞാൻ നിരവധിയായിട്ടുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. 10 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ, എനിക്ക് വലിയ 200 പേരുടെ രജിസ്ട്രേഷൻ ഇങ്ങനെ നടത്തുമെന്നുള്ള ഒരു വലിയ 9:30 മുതൽ 10 മണി വരെ അങ്ങനെ 200 പേരുടെ രജിസ്ട്രേഷൻ നടക്കുന്നത്. പക്ഷേ 200ഓളം ആൾക്കാർ വന്നു, രജിസ്ട്രേഷൻ നടന്നു. കൃത്യം 10 മണിക്ക് സമ്മേളനം തുടങ്ങി. 9:30-ക്ക് നമ്മുടെ വിൻസെൻ്റ് സാറ് ഇന്നലെ വൈകുന്നേരം ഞങ്ങളൊന്ന് കൂടിയപ്പം ഈ ഡൽഹി സമരവുമായിട്ട് ബന്ധപ്പെട്ടൊരു പരിപാടി എടുക്കണമെന്ന് പറഞ്ഞു. അതും എടുത്ത് നമ്മൾ ഈ സമ്മേളനം 4:45 തീരാൻ പോവാം. എൻ്റെ നന്ദി പ്രകടനം കൂടെ കഴിയുമ്പോഴത്തേക്ക് സമ്മേളനം അവസാനിക്കും. അപ്പം സ്വാഭാവികമായും ഇത്ര രീതിയിൽ ചിട്ടയോടുകൂടി കൃത്യസമയത്ത് സമ്മേളനം അങ്ങനെ തുടങ്ങാം, അങ്ങനെ നടത്താം, കൃത്യമായി ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ മിസ് ചെയ്തിട്ടില്ല. പങ്കെടുക്കാൻ തീരുമാനിച്ചിരുന്ന എല്ലാ ആൾക്കാരും, അതിനകത്ത് 1-2 പേർക്ക് ആരോഗ്യപരമായ പ്രശ്നമുള്ളത് കൊണ്ട് മാത്രം പങ്കെടുക്കാതിരുന്നത്, ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഇവിടെ പങ്കെടുത്തുകൊണ്ട് നമ്മൾ മനോഹരമായ ഒരു സമ്മേളനം നടത്തി. സാമ്പത്തികം വലിയ 1 ലക്ഷം രൂപയാണ് നമ്മൾ ഈ സമ്മേളനം നടത്തുന്നതിന് വേണ്ടി, അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്യുന്നത്. ഏകദേശം അത്രയൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വലിയ കടവ് ബാധ്യതയൊന്നുമില്ലാതെ വളരെ മനോഹരമായി ഈ സമ്മേളനത്തിൽ എല്ലാ അറേഞ്ച്മെൻറ്റും വളരെ ഭംഗിയായി റിസപ്ഷൻ കമ്മിറ്റിയും മറ്റെല്ലാ കമ്മിറ്റികളും 4 പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തത്. എല്ലാ കമ്മിറ്റികളും പ്രോപ്പറായി കൂടി ഓരോ കമ്മിറ്റിയും എങ്ങനെ നടക്കുന്നു എന്നുള്ളത് മോണിറ്റർ ചെയ്ത് ഭക്ഷണം എടി മതിച്ചേട്ടൻ വളരെ മനോഹരമായി വിജയുടെയും കൂടെ നേതൃത്വത്തിൽ അവർ ചെയർമാനും കൺവീനറുമായി കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അധികം സാധനം വന്നിരിക്കുകയാണ്. വൈകുന്നേരം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കുറേ പ്രതിനിധികൾക്ക് പോകേണ്ടി വന്നു എന്നുള്ളതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ ബാലൻസ് ഉണ്ട്. അപ്പം വളരെ മനോഹരമായി വളരെ ചിട്ടയായി എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ സന്തോഷപൂർവമായ ഒരു സമ്മേളനമാണ് നടത്തിയത്. ഈ സമ്മേളനത്തിൽ എല്ലാവരുടെയും മനസ്സറിഞ്ഞുള്ള ആരെക്കൊണ്ടെങ്കിലും നിർബന്ധിച്ചല്ല. ഇന്നലെ രാത്രി ഞാനിവിടെ വരുമ്പോൾ സോണിയും അതുപോലുള്ള ആൾക്കാരും ഒക്കെ സ്റ്റേജും യേശുദാസും എബ്രഹാം സാറും അങ്ങനെ എല്ലാവരും കൂടെ ഒത്തുചേർന്നുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു നമ്മളുടെ സമ്മേളനം. ഒരു മനുഷ്യർ അങ്ങനെ ഒത്തുചേരുക, ഒരു സമ്മേളനം, ഒരു ജനങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി, മനുഷ്യരെല്ലാവരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി അങ്ങനെ ഒത്തുചേർന്നുകൊണ്ട് നടത്തിയ ഒരു വലിയ പ്രവർത്തനം. ഇതുപോലത്തെ ഒരു സാധനം നമ്മൾ അച്ചടിച്ച് കൃത്യം സമയമൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സാധനം നമ്മൾ കൊടുത്ത് അതിനനുസരിച്ച് കാര്യങ്ങൾ ശരിയാക്കി. സാലിൻ എന്നൊക്കെ പറഞ്ഞ് മത്തായി സാറ് അതിൻ്റെ കുത്തും കോമയും എല്ലാം മാറ്റാൻ പറയണേ, എങ്ങനെയാണ് ഇത്രയും എങ്ങനെയാണ് ചെയ്യുക. 20 മണിക്കൂർ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്ന് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് 20 മണിക്കൂറൊക്കെ അങ്ങനെ ചെയ്ത് എല്ലാവരുടെയും ആ രീതിയിലുള്ള സേവനങ്ങളെ മുഴുവൻ കോർത്തിണക്കിക്കൊണ്ടാണ് സ്വാഗത സംഘം ഇത്രയും മനോഹരമായ രീതിയിൽ ഈ സമ്മേളനം നടത്തിയത്. ആ സ്വാഗത സംഘത്തിന് എല്ലാവരുടെയും അതിൻ്റെ നേതൃത്വത്തിലിരുന്നുകൊണ്ട് പ്രവർത്തിച്ച ലത്തീഫ് സാർ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും, ഈ നിരവധി നേതാക്കന്മാർ എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും ഷാജർ ഖാൻ തിരുവനന്തപുരത്ത് കൽക്കട്ട പോയതിനു വേണ്ടി കൽക്കട്ടയിലിരുന്നുകൊണ്ട് എന്തായി എല്ലാവർക്കും കൺസേണാണ് നമ്മളുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ കാര്യം. മത്തായി സാർ പറഞ്ഞു നമ്മുടെ ജില്ലാ സമ്മേളനം എന്ന് പറയുന്നത് ഒരു സംസ്ഥാന സമ്മേളനത്തിന് ആ രീതിയിൽ കൊഴുപ്പെന്നുള്ളതല്ല, എല്ലാ ജില്ലകൾക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു സമ്മേളനം. ആശാസമരത്തിൽ നമ്മളങ്ങനെ ചെയ്തെങ്കിൽ ഈ സമ്മേളനം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും, ഇതിൽ പങ്കെടുത്തവർക്കും ഇതിൽ സഹായിച്ചവർക്കും ലൈറ്റ് ആൻഡ് സൗണ്ടുകാർക്കും
ഹാളിൻ്റെ പ്രതിനിധികൾ മുഴുവൻ വീഡിയോ നമ്മളെ ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ പിന്നെ സാറ് നമ്മളുടെ മത്തായി സാർ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഇതിനുവേണ്ടി പൈസ എങ്ങനെ ചിലവാക്കുന്നത് കുറയ്ക്കാമെന്നൊക്കെ ഉള്ളത് ഇതിനെപ്പറ്റി ആലോചിച്ചപ്പം പിന്നെ മിനിമം പൈസയ്ക്ക് ഇത് ചെയ്യാമെന്ന് നമ്മളുടെ ഷാഹുൽ പറഞ്ഞു. പക്ഷേ അന്നേരമാണ് മത്തായി സാറ് ഇങ്ങനെ വിളിച്ചപ്പോൾ ഫ്രീ ആയിട്ട് ഞങ്ങൾ ചെയ്തു തരാം. ജേക്കബ് അടക്കാൻ ചെയ്തു സാറ്. അങ്ങനെ അത് പിന്നെ നമ്മൾ അങ്ങനല്ലേ ഷാഹുല്, നമ്മൾ അങ്ങനെയാണ് പിന്നെ ഇത് ചെയ്യാനായിട്ട് നടപടികൾ സ്വീകരിച്ചത്. അങ്ങനെ എല്ലാവരുടെയും സഹായം കിട്ടിയത് കൊണ്ടാണ് ഈ സമ്മേളനം നമുക്ക് ഇത്രയും ഭംഗിയായി നടത്താൻ കഴിഞ്ഞത്. പക്ഷേ ഈ മനോഭാവത്തെ നമ്മൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ, അവരുടെ വേദനകൾ, ആ വേദനകൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള പോരാട്ടത്തിൽ, ചെറുത്തുനിൽപ്പിൽ ജനകീയ പ്രതിരോധ സമിതി നമ്മളുടെ മുഴുവൻ ഈ പിന്തുണയെ മുഴുവൻ കോർത്തിണക്കിക്കൊണ്ട് ഈ നാട്ടിൽ ഒരു ശരിയായ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്കെല്ലാവർക്കും കൂട്ടായി ശ്രമിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ പ്രതീക്ഷ നൽകുന്ന പ്രസ്ഥാനമായി ഇനിയും സത്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഇനിയുള്ള കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ, അത് ഏത് പാർട്ടികളിൽ നിന്നുള്ളതല്ല, രാഷ്ട്രീയ പാർട്ടികളെ ഈ വലിയ വലിയ സമ്പന്നന്മാരെല്ലാം വിലക്കെടുത്തില്ല. ജനങ്ങളോടൊപ്പം അവർ നിൽക്കുമെന്ന് കാണിച്ചാലും അവർ ജനങ്ങളോടൊപ്പം നിൽക്കില്ല, വോട്ടിന് വേണ്ടി മാത്രമായിരിക്കും. പക്ഷെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഒരു പ്രസ്ഥാനം അവർക്കില്ലാതിരുന്ന കാലത്താണ് കൃഷ്ണയ്യർ അത് ദീർഘവീക്ഷണത്തോടുകൂടി അദ്ദേഹം കണ്ട് ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഇന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യകത വളരെ വലുതായിരിക്കുന്ന ഇന്നത്തെ സന്ദർഭത്തിൽ നമ്മളിലാണ് ഉത്തരവാദിത്വം അർപ്പിച്ചിരിക്കുന്നത്. ആ നാടിൻ്റെ കാലഘട്ടത്തിൻ്റെ ആവശ്യകത എന്നുള്ള രീതിയിൽ നമ്മൾ ആവശ്യകത ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള പ്രവർത്തനം, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്താം. ഈ സമൂഹത്തിൽ അന്യായങ്ങൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് ന്യായം സ്ഥാപിക്കാനുള്ള പോരാട്ടത്തിൽ നമുക്ക് ഏവർക്കും ഒരുമിച്ച് നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഈ സമാപന സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. ലത്തീഫ് സാറിന് സംസാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, അഭിവാദ്യങ്ങൾ. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അനൗൺസ് ചെയ്ത പ്രോഗ്രാം 5 വരെയാണ്. അപ്പോൾ 5 വരെ എല്ലാവർക്കും ഇരിക്കാൻ പറയാൻ പറ്റില്ല. 5 ഞങ്ങൾക്ക് സ്വാഗത സംഘത്തിന് പിരിയാൻ കഴിയില്ല. സമ്മേളനം കഴിഞ്ഞാൽ സ്വാഗത സംഘത്തിലെ മുഴുവൻ ആളുകളും ഇവിടെ ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പോകാൻ സമയമായില്ല. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ദേശീയ ഗാനം ഒരുമിച്ച് പാടി അതുപോലെ പിരിയാം. जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंधु गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उज्जल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय